3 ടൈപ്പ് ഓഫ് ബോഡിയാണ്. അപ്പോൾ അത് എക്ടോമോർഫ്, എൻഡോമോർഫ്, മിസോമോർഫ്. ഇപ്പോൾ എക്ടോമോർഫ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ എന്ത് ചെയ്താലും വെയിറ്റ് ഗെയിൻ ആവില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ, കൂടുതൽ കലോറിയുള്ള ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. ഒരു 5, 6, 7 ടൈമായിട്ട് കഴിക്കാം. ആ രീതിയിലാണ് ഞങ്ങൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് അധികം ആൾക്ക് റിസൾട്ട് വെയിറ്റ് ഗെയിൻ ആകാൻ പറ്റിയിട്ട്. പിന്നുള്ളത് എൻഡോമോർഫാണ്. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫാറ്റുള്ള ബോഡി. അത് മെറ്റബോളിസം വളരെ കുറവായിരിക്കും. എന്ത് കഴിച്ചാലും ഫാറ്റ് പിടിക്കും. വർക്കൗട്ട് സാധാരണത്തിലും കൂടുതൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളതിന് ചെയ്യേണ്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ ലോ കലോറി റിച്ച് പ്രോട്ടീൻ. ഈ ജങ്ക് ഫുഡ് ഇങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. മറ്റുള്ള സാധാരണ എന്താ പറയുക, ബോഡിയിൽ നിന്നും ഫാറ്റ് പെർസെൻറ്റേജ് പെട്ടെന്ന് അതിൽ പിടിക്കും എന്ത് കഴിച്ചാൽ. പിന്നുള്ളത് മിസോമോർഫ്. മിസോമോർഫ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങിനൊക്കെ പറ്റിയ ബോഡിയാണ്. അത് മസ്കുലർ ബോഡി. എന്ന് വെച്ചാൽ കൂടുതൽ ഫാറ്റ് പിടിക്കില്ല ബോഡിയിൽ. അതിന് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ്, പ്രോട്ടീനും കാർബ്സും ഹെൽത്തി ഫാറ്റുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം. മിസോമോർഫ് ആകാനാണ് അധികം ആളും ആഗ്രഹിക്കുക. അത് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ബോഡി ടൈപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ജനറ്റിക്കായിട്ട് വരുന്ന കുറേ പരിമിതികൾ എല്ലാത്തിനും ഉണ്ടാവും. ആ ഓരോ ബോഡി ടൈപ്പിനനുസരിച്ചുള്ള വർക്കൗട്ട് പ്ലാനും പിന്നെ ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യും. ഒരു മുട്ടയിൽ 3 ഗ്രാം ആണെങ്കിൽ ആ 3 ഗ്രാം ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അബ്സോർബ് ചെയ്യില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 2 ഗ്രാമായി, എനിക്ക് ചിലപ്പോൾ 2.5 ഗ്രാമായി. അപ്പോൾ അത് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് 15 ഡേയ്സിൽ ഞാൻ നോക്കും. എന്നിട്ട് അവരെ ഫീഡ്ബാക്ക് എടുക്കും. അതിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ ഡയറ്റ് മാറ്റി കൊടുക്കും.